നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ മൂകാംബിക ഒന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ മറ്റേ മറ്റേ കാസർഗോഡ് തലശ്ശേരിയുള്ളൊരു ഹൈവേ ഉണ്ടല്ലോ, ഈ ഹൈവേയിൽ കയറിയൊരു അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. എത്ര പോരം വണ്ടി ഒരു ബ്ലോക്ക് ആക്കിയിട്ടുള്ളത് ഒരു ഐഡിയ ഇല്ല, ഒന്നുമില്ല. ഒരുപാട് വണ്ടി തന്നെ, ഒരുപാട് വണ്ടി ബ്ലോക്ക് ആക്കി. നിയമം നോക്കുകയാണെങ്കിൽ 10 വണ്ടി 6 വണ്ടിയാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റി വിടണം. ഇത് ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. എത്ര നേരമായിരുന്നു അറിയാം. നമ്മൾ എന്നിട്ട് ഇപ്പോഴാണ് വീഡിയോ എടുത്തിട്ട് നിങ്ങൾ നോക്കി നോക്കി എത്രത്തോളം സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. ഒരുപാട് നേരം അവരെന്ത് ചെയ്യണമെന്നില്ല. പൈസ ഉള്ള ടാഗുള്ള വണ്ടികൾ വരെ അവർ പിടിച്ചിട്ട് എന്ത് ചെയ്യണം ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഒരു സംവിധാനമില്ല. ഓൾറെഡി നമ്മളിവിടെ എത്തുമ്പോൾ ഈ ലൈൻ കംപ്ലീറ്റ് ഇടുങ്ങിയിട്ട് വരുന്നത്. 2 ട്രാക്കാണ് ആകെ ഉള്ളത്. അങ്ങോട്ട് പോകാനും 2 ട്രാക്ക് ഇങ്ങോട്ട് വരാനും. ഇത്ര വലിയ ഹൈവേ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ 2 ട്രാക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? കാരണം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഗംഭീര ബ്ലോക്ക്. ഒരു രക്ഷയില്ല. കാരണം ഒരു രക്ഷയില്ല. എത്രയോ മണിക്കൂറുകളോളം ആൾക്കാർ പോകണമെന്നറിയാം. അവർ വണ്ടി വിടുന്നുമില്ല, അതിനുള്ള സംവിധാനങ്ങളുണ്ടോ അതുമില്ല, ഒന്നുമില്ല. നമ്മളെ വണ്ടി നിന്ന് വയ്യാണ്ടായിട്ടുണ്ട്. കാരണം ഈ ലോങ് ഓടിച്ച് വരുന്നവർ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്നാണ് വീട്ടിലെത്താൻ നോക്കാം. മാക്സിമം നമ്മുടെ വണ്ടി 80 വരെ പോവുള്ളൂ. കാരണം ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ റഡാറും ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ബ്രേക്കൊക്കെ സ്പീഡ് ബ്രേക്കൊക്കെ വെച്ചുള്ള കാരണം വണ്ടി അതിൽ കൂടുതൽ പോവില്ല. അപ്പോൾ അതും ഇതിനകത്തുണ്ട്. നമുക്ക് ഓടി എത്താൻ പറ്റണമില്ല. അതിനകത്ത് ഇങ്ങനത്തെ ബ്ലോക്കും വല്ലാത്തൊരവസ്ഥ. എന്ത് ചെയ്യുമ്പോൾ എന്നാൽ കറക്റ്റായിട്ട് എന്നാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് അത് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യണ്ടേ. എമൗണ്ട് അവർ എന്തായാലും മേടിക്കുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ച് അവർ എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസ് അതിന് കാണുന്നുണ്ട്. നമ്മളവിടെ എത്തുന്നുണ്ട് ഇത്രയും വണ്ടികൾ ബാക്കിൽ ഇങ്ങനെ കിടക്കട്ടോ. എന്നിട്ട് നമ്മളവിടെ എത്തനായിട്ട് മുന്നേ തന്നെ അത് ബ്ലോക്കായി. ഒരു ഇതുമില്ല. ഈ വണ്ടിയൊക്കെ കിടക്കുകയാണ്. ബാക്കിലേക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അത്രയും വണ്ടി ബ്ലോക്കാണ്. നോക്കിയൊന്ന് എണ്ണി. എന്നിട്ട് അവർ വണ്ടി എടുക്കണ്ട, അതുമില്ല, ഒന്നുമില്ല. വണ്ടി മാറ്റാനും അറിയുന്നില്ല. ഒരു ഐഡിയ ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്തു, ഇത് ആകെ ഇടുങ്ങി പറഞ്ഞാൽ 2 ട്രാക്കായി. ഈ 3 ലൈനിന് 6 വരി 7 വരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഇങ്ങനെ ഒരു ട്രാക്കിൽ കൊടുക്കണ്ടേ. നമ്മളെന്തെങ്കിലും ട്രാക്ക് ഉദ്ദേശിക്കണം എത്രയും പെട്ടെന്ന് നമുക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ട്രാക്ക് ഫാസ്റ്റായും കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പാടിയേക്കൽ ഇതിലും ബാകുന്നുണ്ട്. അമ്മാതിരി അവസ്ഥയാണ് ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ മൂകാംബിക പോലുള്ള സ്ഥലങ്ങൾക്ക് ആൾക്കാർ വരുമ്പോൾ ഈ ബൈപ്പാസിലൂടെ കയറുകയാണെങ്കിൽ കുറച്ച് മുന്നേ ഇറങ്ങിക്കോ. അല്ലെങ്കിൽ എന്താവും, കാണിച്ചിന് ഇത്രയും ബ്ലോക്ക് കിട്ടിയിട്ട് കറക്റ്റ് സമയത്തൊന്നും അമ്പലത്തിലെത്താനും പറ്റില്ല, ഒന്നിനും പറ്റില്ല എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കി. ഈ ഹൈവേയിൽ കയറുമ്പോൾ ഉള്ള പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ വരുന്നത്. ഇവരിങ്ങനെ നിർത്തുന്നത്. എത്ര മണിക്കൂറോളം ഞങ്ങൾ നിന്നൊന്നും അറിയാം, ഒരു ഇതുമില്ല. ഇപ്പോൾ ഇത്രയും വണ്ടി പോയിട്ട് പിന്നെയും പൈസ ഉണ്ട് ടാഗിൽ. എന്നിട്ടാണ് എല്ലാ വണ്ടിയിലും പൈസ ടാഗിലുണ്ട്. കാരണം വെച്ചാൽ എല്ലാ വണ്ടിയും അതിന് മുന്നേ തന്നെ എൻ്റെ മുന്നിൽ കൂടെ കയറി വന്ന വണ്ടികളാണ്. അവിടെ ഒന്നും ഇവർ പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഈ വണ്ടി കൊണ്ടിട്ട് അവിടെ ആ സാധനം നാശമായിട്ട് ഇങ്ങനെ അത് വിളിച്ച് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടൊന്നും ശരിയാക്കാൻ പോലും അവർക്ക് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ ഞാൻ ചോദിച്ചു, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെന്ന് ചോദിച്ചപ്പോൾ അവർ ആ വണ്ടി വിട്ടു, ഫ്രണ്ടിലുള്ള വണ്ടി വിട്ടു. എന്നിട്ട് ആ വണ്ടിക്കാരൻ നിർത്താൻ പറഞ്ഞു. അയാൾ നിർത്തുന്നില്ല, അയാൾ പോകുന്നു. കാരണം ഇവർക്ക് അങ്ങനെ സംവിധാനങ്ങൾ പിന്നെ ഇവർ ടോൾ പിടിക്കാൻ നിൽക്കരുതല്ലോ. വല്ലാത്തൊരവസ്ഥ. നമ്മൾ ഇത്രയും ദൂരം ഓടിപ്പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അവർ നിൽക്കുന്നത്. കാരണം വണ്ടി ബ്ലോക്ക് അത്ര നേരം നമ്മൾ കിടന്നിട്ടുള്ളത്.